Can anyone say? Can anyone say? വീട്ടിലെ അമ്മ ചായ ഉണ്ടാക്കുമ്പോൾ ആദ്യം വെള്ളം തിളപ്പിക്കും അല്ലേ, പിന്നെ തേയില ഇടും, പാല് തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ടാവും, പഞ്ചസാര ഇടും, പാലൊഴിച്ച് ആറ്റിയിട്ടാണ് നമുക്ക് തരിക. സേ യെസ് ഓർ നോ? ഒരു 5 സ്റ്റെപ്പോളം ഉണ്ട് ചായ ഉണ്ടാക്കാൻ അമ്മയ്ക്ക്. വീട്ടില് അമ്മയ്ക്ക് ചായ ഉണ്ടാക്കാൻ ഇറ്റ് ഈസ് ഹാവിങ് ആദിത്യശ്രീ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഗുഡ്. ഒരു 4 or 5 സ്റ്റെപ്പിലൂടെയാണ് ചായ ഉണ്ടാക്കുന്നത്. അപ്പൊ സാറ് നിങ്ങളോട് ചോദിച്ചു അമ്മ എങ്ങനെ ചായ ഉണ്ടാക്കുമെന്ന് ചോദിച്ചു. സാർ നിങ്ങളോട് ചോദിച്ചു അമ്മ എങ്ങനെ ചായ ഉണ്ടാക്കുമെന്ന് സാർ ചോദിച്ചപ്പോൾ നിങ്ങൾ ഇതാ കുറെ പേര് ആദിത്യശ്രീയൊക്കെ വളരെ എക്സലന്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. 3 or 4 സ്റ്റെപ്പായിട്ടാണ് ഇട്ടത്. അപ്പൊ ചായ ഉണ്ടാക്കുക എന്ന് പറഞ്ഞ ഒരു പ്രോസസ്, ചായ ഉണ്ടാക്കുക എന്ന് പറഞ്ഞ റിയാക്ഷന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എക്സ്പ്ലനേഷൻ. ഇന്ന സ്റ്റെപ്പ്, അടുത്തത് ഇന്ന സ്റ്റെപ്പ്, അടുത്തത് ഇന്ന സ്റ്റെപ്പ്, അടുത്തത് ഇന്ന സ്റ്റെപ്പ്. The step-by-step explanation of a reaction or a process is called its mechanism. മെക്കാനിസം എന്ന് വെച്ചാൽ ഇപ്പൊ നിനക്ക് നിന്റെ പ്ലേറ്റിൽ ഉപ്മാവ് വന്നാൽ അത് നീ കഴിക്കും. ദാറ്റ് ഈസ് എ റിയാക്ഷൻ. ഉപ്മാവ് കിട്ടി എന്നുള്ളതാണ് റിയാക്ഷൻ. ആ ഉപ്മാവ് എങ്ങനെ ഉണ്ടാക്കി, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ constitute mechanism. I hope you got the point, right, Shuhaib? Step by step explanation of a reaction is called its mechanism. ഒരു റിയാക്ഷന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എക്സ്പ്ലനേഷനെയാണ് ഒരു റിയാക്ഷന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എക്സ്പ്ലനേഷനെയാണ് നമ്മൾ എന്ത് പറയുക? റിയാക്ഷൻ മെക്കാനിസം. Step by step explanation of a reaction is called its mechanism. ഇത് നോക്ക്, സാർ ഒരു സംഭവം എഴുതി തരാം നിങ്ങൾക്ക്. സബ്സ്ട്രേറ്റ് പ്ലസ് reagent gives intermediate സ്റ്റാർ ഇട്ട് കാണിച്ചാൽ മതി, അത് എപ്പോ വേണമെങ്കിലും പൊട്ടും. This intermediate is getting breakdown. Intermediate is getting breakdown into products. Please take down. ഒരു ഓർഗാനിക് റിയാക്ഷൻ മെക്കാനിസത്തിനെ കുറിച്ചാണ് സാർ ഇവിടെ എഴുതിയിരിക്കുന്നത്. ദിസ് ഈസ് കോൾഡ് ആസ് ഓർഗാനിക് റിയാക്ഷൻ മെക്കാനിസം. ഒരു ഓർഗാനിക് റിയാക്ഷന്റെ മെക്കാനിസത്തിനെയാണ് സാറ് എഴുതി. സബ്സ്ട്രേറ്റ് SUBSTRAT സബ്സ്ട്രേറ്റിലേക്ക് റിയേജന്റ് ആഡ് ചെയ്യുമ്പോൾ we will be getting intermediate. ആ ഇന്റർമീഡിയറ്റ് പൊട്ടിയിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? പ്രോഡക്ട്സ് കിട്ടുന്നത്. ഞാനിവിടെ സ്ഥലമില്ലാത്തത് കൊണ്ടാണ് താഴേക്ക് എഴുതിയത്. നിങ്ങളുടെ ബുക്കിൽ സ്ഥലം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരൊറ്റ ലൈൻ, സിംഗിൾ ലൈൻ ആയിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. നിങ്ങളുടെ ബുക്കിൽ സ്ഥലം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിംഗിൾ ലൈൻ ആയിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. നിങ്ങളുടെ ബുക്കിൽ സ്ഥലമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരൊറ്റ സിംഗിൾ ലൈൻ ആയിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. Okay, substrate plus reagent gives intermediate. Intermediate പൊട്ടിയിട്ട് എന്ത് കിട്ടും? പ്രോഡക്ട്സ് കിട്ടും. സബ്സ്ട്രേറ്റിലേക്ക് റിയേജന്റ് ചേർന്ന് ഇന്റർമീഡിയറ്റ് അൺസ്റ്റേബിൾ ആണ്. ഇന്റർമീഡിയറ്റിന്റെ താഴെ വേണമെങ്കിൽ അൺസ്റ്റേബിൾ എന്ന് എഴുതി വെക്കാം. ഇന്റർമീഡിയറ്റ് എപ്പോഴും അൺസ്റ്റേബിൾ ആയിരിക്കും. അത് പൊട്ടിയിട്ട് നമുക്ക് പ്രോഡക്ട്സ് കിട്ടും. ഓക്കെ, നിങ്ങൾ എഴുതിയതില് ഈ സബ്സ്ട്രേറ്റ് എന്ന് വെച്ചാൽ
സബ്സ്ട്രേറ്റ് എന്ന് വെച്ചാൽ അതാണ് റിയാക്റ്റൻസ്. നമ്മൾ പഠിച്ചിട്ടുള്ള റിയാക്റ്റൻസിനെ പറയുന്ന പേരാണ് സബ്സ്ട്രേറ്റ്, അല്ലാണ്ട് വേറെ സാധനമൊന്നുമില്ല. റിയേജന്റ് അല്ല, റിയാക്റ്റൻസ്. റിയാക്റ്റൻസ് സബ്സ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ റിയാക്റ്റൻസ്. ഇതൊക്കെ എവിടെയെങ്കിലും കാണുമ്പോൾ ആലോചിക്കാൻ നിൽക്കണ്ട, കൺഫ്യൂഷൻ ആവാൻ നിൽക്കണ്ട. സബ്സ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ റിയാക്റ്റൻസ്. റിയാക്റ്റൻസ് റിയാക്റ്റൻസ് ആർ കോൾഡ് ആസ് സബ്സ്ട്രേറ്റ്. സബ്സ്ട്രേറ്റ് സബ്സ്ട്രേറ്റ് എന്ന് വെച്ചാൽ റിയാക്റ്റൻസ്. റിയേജന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എക്സ്ട്രാ സാധനമാണ് എന്ത്? റിയേജന്റ്. റിയേജന്റ് നമ്മളിപ്പോ ഉപയോഗിക്കുന്ന, ഫോർ എക്സാമ്പിൾ ആരോ മാർക്കിന്റെ മേലെ നമ്മൾ വെറുതെ എങ്കിലും എഴുതും ക്ലോറോഫോം. ഇതെങ്ങനെ? ഓക്കെ, ഇവിടെ റിയാക്റ്റൻസ് എഴുതും നമ്മൾ A+B. ഇവിടെ നമ്മൾ റിയാക്റ്റൻസ് എഴുതും. സേ എയും ബി ഒക്കെ റിയാക്റ്റൻസ് ആണെങ്കിൽ ഇടയിൽ നമ്മൾ ആരോ മാർക്കിന്റെ മുകളിൽ എഴുതുന്ന സാധനമാണ് റിയേജന്റ്. റിയേജന്റ്. This is called as reagent. Hope you understood. Hope all of you understood. Say yes or no. Hope all of you understood. Say yes or no. Hope all of you understood. Say yes or no. ഇപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ നന്നായിട്ട് തീർന്നിട്ടുണ്ടാവും. സാറേ എന്താണ് സബ്സ്ട്രേറ്റ്, സാറേ എന്താണ് സബ്സ്ട്രേറ്റ്, സാറേ എന്താണ് റിയേജന്റ്, എന്താണ് റിയാക്റ്റൻസ്, എല്ലാത്തിനെ കുറിച്ചും ധാരണയായിട്ടുണ്ടാവും ഇല്ലേ? ഇതാ സാറ് റിയാക്ഷൻ മെക്കാനിസം എക്സ്പ്ലെയിൻ ചെയ്തു. സാറ് റിയാക്ഷൻ മെക്കാനിസം എക്സ്പ്ലെയിൻ ചെയ്തു. സാർ റിയാക്ഷൻ മെക്കാനിസം എക്സ്പ്ലെയിൻ ചെയ്തു. സബ്സ്ട്രേറ്റ് എന്ന് വെച്ചാൽ, സബ്സ്ട്രേറ്റ് മീൻസ്, can anyone post? Substrate means, very good, reactants. Substrate means reactants. Reagent means Gautam very good, Shriya very good, Urbika very good, Aditya very good. Reagent means വെയിറ്റ് ചെയ്യണം, ആരെങ്കിലും പോസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് എല്ലാവരും. ആരോ മാർക്കിന്റെ മേലെ നമ്മൾ ഇരുന്ന എക്സ്ട്രാ ഒരു പുഷ് ചെയ്യാൻ, റിയാക്ടൻസ് റിയാക്ഷൻ പുഷ് ചെയ്യാനുള്ള എക്സ്ട്രാ തിങ്സ് വി റൈറ്റ് ഓൺ ടോപ്പ് ഓഫ് ദ ആരോ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓർമ്മിക്ക, ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. ഇന്നലത്തെ ടോപ്പിക് എന്തായിരുന്നു മക്കളെ? ഫിഷൻ, ബ്രേക്കിംഗ് ഓഫ് ബോണ്ട്. ബ്രേക്കിംഗ് ഓഫ് ബോണ്ട്, ഒരു ബോണ്ട് പൊട്ടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? ബ്രേക്കിംഗ് ഓഫ് ബോണ്ട്. ആ ബ്രേക്കിംഗ് ഓഫ് ബോണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുക? ഫിഷൻ. ഫിഷൻ ഫിഷൻ രണ്ട് ടൈപ്പ് ഉണ്ട്. സാർ ഇന്നലെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഒന്ന് ഹോമോലിറ്റിക് ഫിഷൻ, മറ്റൊന്ന് ഹെട്രോലിറ്റിക് ഫിഷൻ. സാർ ഇന്നലെ പറഞ്ഞു തന്നു, ഒരു ബോണ്ട് എന്ന് വെച്ചാൽ 2 ഇലക്ട്രോൺ ആണ്. ഇവിടെ ഈ ബോണ്ട് പൊട്ടുമ്പോൾ ആ 2 ഇലക്ട്രോണും തുല്യമായിട്ട് പങ്കിട്ടെടുക്കും. തുല്യമായിട്ട്, ഈക്വലി ഷെയർ ചെയ്യുക. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഹോമോലിറ്റിക് ഫിഷൻ. പക്ഷെ ചില കേസിൽ AB മാറ്റാം, ഞാൻ AX എന്നിടാം. കാരണം X ഈസ് മോർ ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ്. എന്താ സാറിന് ഇലക്ട്രോ നെഗറ്റിവിറ്റി പറഞ്ഞു തന്നത്? ഇലക്ട്രോൺ തട്ടിയെടുക്കാൻ കഴിവുള്ള ഇലക്ട്രോണിനെ തട്ടിയെടുക്കാൻ കഴിവുള്ള എലമെന്റിനെയാണ് വാട്ട് വി കോൾ ആസ് മോർ ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ്. ഇലക്ട്രോണിനെ തട്ടിയെടുക്കാൻ കഴിവുള്ള എലമെന്റ് ആണ് മോർ ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ്. അപ്പൊ ഇവിടെ തുല്യമായിട്ട് പങ്കിടില്ല, ഈക്വൽ ഷെയറിംഗ് അല്ല, പകരം സാമർത്ഥ്യമുള്ള ആള് കംപ്ലീറ്റ് തട്ടിയെടുക്കും. അതായത് ഫുൾ ഇലക്ട്രോണും X വലിച്ചെടുക്കും. പാവ Aക്ക് ഒന്നും കിട്ടില്ല.
As a result, A power ആയതുകൊണ്ട് we will give partial positive charge and മറ്റയാൾ ഫുള്ള് തട്ടിപ്പറിച്ച് ദുഷ്ടനായതുകൊണ്ട് we will give partial negative charge. ഇവിടെ എങ്ങനെയാണ് ഇവരുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി? Here the electronegativity of both of these elements will be almost same. ഇവിടെ എന്തുകൊണ്ടാണ് ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടുപേരുടെയും സാമർത്ഥ്യം ഒരേപോലെയാണ്. Here electronegativity of both of these elements will be almost same. Here electronegativities of both of these elements will be almost same. Here electronegativities of both of these elements will be almost same. അതുകൊണ്ടാണ് അവർ ഈക്വലി ഷെയർ ചെയ്യുന്നത്. ഇതാണ് ഹോമോലിറ്റിക് ഫിഷൻ. നേരെ മറിച്ച് ഇവിടെ ഒരാൾ കൂടുതൽ ഇലക്ട്രോനെഗറ്റീവ് ആയിരിക്കും. Among the bond, one of the element will be more electronegative in nature. One of the element will be more electronegative in nature, and as a result, it will take away the entire electrons towards it. And as a result, it will take away the entire electron towards it. എന്നിട്ടാണ് നമുക്ക് ഇങ്ങനെ കിട്ടുന്നത്. You got it? You got it or not? Have you got it or not? യെസ്. ഇതിനെയാണ് ഈ പ്ലസ് ചാർജ് കിട്ടിയ ആള്, ഇത് പാവപ്പെട്ട ആളായതുകൊണ്ട് ഇത് രണ്ടും ഇത് തട്ടിപ്പറിക്കും. ഈ രണ്ട് ഇലക്ട്രോണിനെയും ഇയാൾ തട്ടിപ്പറിക്കും. ഇവിടെ ഈക്വൽ ഷെയറിംഗ് ആണ്, ഒരെണ്ണം ഇതും ഒരെണ്ണം. ഓക്കെ, ഈ ലിസൺ കെയർഫുള്ളി. ഈ പോസിറ്റീവ് കിട്ടിയ പാവം ആളെ നമ്മൾ പറയുന്ന പേരാണ് കാർബോകാറ്റയോൺ. കാർബോകാറ്റയോൺ. നെഗറ്റീവ് കിട്ടിയ ഇയാളെ പറയുന്ന പേരാണ് കാർബാനയോൺ. നെറ്റിയിലെ പൊട്ടുമായിട്ട് നോക്ക്, ഇതാണ് കാർബോകാറ്റയോൺ. പോസിറ്റീവ് കിട്ടിയ സാധനത്തിനെ we will call as കാർബോകാറ്റയോൺ. കാർബോകാറ്റയോൺ. നെഗറ്റീവ് കിട്ടിയ സാധനത്തിനെ we will call as കാർബാനയോൺ. 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 സോ ഒരു റിയാക്ഷൻ ഫിനിഷ് ചെയ്യുന്ന മുമ്പ്, യു ഗോട്ട് ഇറ്റ്, ഒരു റിയാക്ഷൻ ഫിനിഷ് ചെയ്യുന്ന മുമ്പ് നമുക്ക് കിട്ടുന്ന റിയാക്ഷൻ ഇന്റർമീഡിയറ്റ്സ് ആണ്. ഒരു റിയാക്ഷൻ ഫിനിഷ് ആവുന്നതിന് മുമ്പ് നമുക്ക് കിട്ടുന്ന റിയാക്ഷൻ ഇന്റർമീഡിയറ്റ്സ് ആണ്. ഒരു റിയാക്ഷൻ ഫുൾ ആവുന്നതിന് മുമ്പ് നമുക്ക് കിട്ടുന്ന ഇന്റർമീഡിയറ്റ്സ് ആണ്. ഒന്ന് ഫ്രീ റാഡിക്കൽസ്, രണ്ട് കാർബോകാറ്റയോൺ, മൂന്ന് കാർബാനയോൺ. ഫ്രീ റാഡിക്കലിന് എക്സാമ്പിൾ ആണ് ഇത്. കാർബോകാറ്റയോണിന് എക്സാമ്പിൾ ആണ് പ്ലസ് ഉള്ളത്. കാർബാനയോണിന് എക്സാമ്പിൾ ആണ്. Hope you might have understood the concept very well. Say yes or no. സാറ് റിയാക്ഷൻ മെക്കാനിസം എടുത്ത് വൃത്തിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നപ്പോ ഒരു റിയാക്ഷൻ മെക്കാനിസം എന്ന് പറഞ്ഞാൽ ശ്രീജിത്ത് സാർ പറഞ്ഞ പോലെ റിയാക്ഷൻ മെക്കാനിസം എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എക്സ്പ്ലനേഷൻ ഓഫ് എ റിയാക്ഷൻ ആണ്. ഒരു റിയാക്ഷൻ മെക്കാനിസം എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എക്സ്പ്ലനേഷൻ ഓഫ് എ റിയാക്ഷൻ ആണ് റിയാക്ഷൻ മെക്കാനിസം. റിയാക്ഷൻ മെക്കാനിസത്തില് സബ്സ്ട്രേറ്റും റിയേജന്റും കൂടി ചേർന്നിട്ട് ഇന്റർമീഡിയറ്റ് ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ ഉണ്ടാകാവുന്ന 3 ടൈപ്പ് ഇന്റർമീഡിയറ്റ് ആണ് സാർ ഇപ്പൊ ഇവിടെ എഴുതിയിട്ടുള്ളത്. എങ്ങനെയാണ് ഇന്റർമീഡിയറ്റ് ഉണ്ടാവുന്നത് എന്നുള്ളത് ഫിഷനിലൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. ഫിഷൻ കഴിഞ്ഞ് ഇന്റർമീഡിയറ്റ് 3 ടൈപ്പ് ഉണ്ട്. ഫ്രീ റാഡിക്കൽ ഉണ്ട്, കാർബോകാറ്റയോൺ ഉണ്ട്, കാർബാനയോൺ ഉണ്ട്. ഈ മുകളിൽ 8 ഇട്ട പാർഷ്യൽ എന്നാണ് അർത്ഥം. ദിസ് സൈൻ ഇൻഡിക്കേറ്റ്സ് ഇറ്റ് ആസ് പാർഷ്യൽ. ഡെൽറ്റ ആണത്, ഡെൽറ്റ പാർഷ്യൽ. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് പാർഷ്യൽ. ഇത് ഡെൽറ്റ എന്ന് വായിക്കാം. ദിസ് ക്യാൻ ബി റെഡ് ആസ് ഡെൽറ്റ.
കൃഷ്ണ ഇന്നലത്തെ എന്റെ മാത്സ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തോ വൈകുന്നേരം? Google Krishna, please put on your video. Krishna, have you attended yesterday's mathematics class? എന്താ എടുത്ത ഞാൻ ഏത് ചാപ്റ്റർ എടുത്തേ? ലിമിറ്റ്സ്. ഇനി ഞാൻ കൂടുതൽ ചോദിക്കില്ല. സിദ്ധാർത്ഥെ കുറച്ച് ഉഷാറായിട്ട് ഇരിക്കട്ടാ, താടിക്ക് കൈ കൊടുക്കാതെ അടിപൊളിയായിട്ട് നോക്കണേ നമ്മളിതൊക്കെ. ഓക്കെ ഡൺ. ഇനി നമ്മൾ നോക്കാൻ ഉദ്ദേശിക്കുന്ന, ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഒരു അടിപൊളി സാധനമാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഒരു അടിപൊളി സാധനമാണ്. ശ്രദ്ധിക്കുക. ഒരു കാർബൺ ഉണ്ടെങ്കിൽ ഇതിനെയാണ് മീത്തൈൽ എന്ന് പറയുക. സേസോർഞ്ഞോ ഞാൻ നിങ്ങൾക്ക് പറയുന്നുണ്ട്. ദിസ് ഇസ് മീത്തൈൻ, ദിസ് ഇസ് മീത്തൈൻ. അതൊന്ന് ഒരു ഹൈഡ്രജൻ പോയി കഴിഞ്ഞാൽ it will be methyl, methyl, methyl. This is ethane, this is ethane. ഇതിൽ നിന്ന് ഒരു ഹൈഡ്രജൻ പോയി കഴിഞ്ഞാൽ that will become ethyl. ഏകദേശം കത്തിയെങ്കിൽ say yes. സാറേ സാധാ ആൽക്കെയിനിൽ നിന്ന്, സാറേ from a normal alkane, if one hydrogen is removed, then it is called as alkyl. From a normal alkane, if one of the hydrogen is removed, then it is called as alkyl. From a normal alkane, if one of the hydrogen is removed, then it is called as alkyl. From an alkane, if one of the hydrogen is removed, then it is called as alkyl. Okay. Clear? Clear? Clear or not? Yes. Good. ഒരു ആൽക്കൈനിൽ നിന്ന് ഒരു ഹൈഡ്രജൻ. ഫോർ എക്സാമ്പിൾ, what is this? Can anyone say? What is this? Can anyone say? What is this? 3 carbon. Meth, eth, prop. It is propane. Say yes or no? It is propane. Say yes or no? Methane, ethane, propane. Methane, ethane, propane. Meth, eth, prop. Methane, ethane, propane. ഇവിടെ ഒരു ഹൈഡ്രജൻ പോയാൽ it will become propyl. Now you got it. എന്താ സാറമ്മ പഠിപ്പിച്ചത് നിങ്ങളെ? From an alkane, ഒരു ആൽക്കൈനിൽ നിന്ന് ഒരു ഹൈഡ്രജൻ പോയാൽ it is called as alkyl. മീഥൈനിൽ നിന്ന് ഒരു ഹൈഡ്രജൻ പോയാൽ it is methyl. പെന്റൈനിൽ നിന്ന് ഒരു ഹൈഡ്രജൻ പോയാൽ it will become pentyl. അല്ലേ? ഒക്ടേനിൽ നിന്ന് ഒരു ഹൈഡ്രജൻ പോയാൽ it will become octyl. Hope everyone understood the concept, right? Hope everyone got the point, right? Yes. എന്തിനാ സാർ ഇത്രയും എഫേർട്ട് ഇട്ടെന്നുള്ളത് ഇനി മനസ്സിലാവും.
ഇതിനെ എനിക്ക് ഒരു ഫ്രീ റാഡിക്കൽ എന്ന് പറയാൻ പറ്റുമോ? ഞാൻ ഇപ്പോൾ ബോർഡിൽ എഴുതിയിരിക്കുന്ന സാധനത്തിനെ ഒരു ഫ്രീ റാഡിക്കൽ, മീഥൈൽ ഫ്രീ റാഡിക്കൽ എന്ന് പറയാൻ പറ്റുമോ? ഇഫ് സോ, വൈ? Can I say the species that I have written on the board as methyl free radical? Why it is free radical? അതിന്റെ നെറ്റിയിൽ ഒരു പൊട്ടുണ്ടെങ്കിൽ that is a free radical. Say yes or no? Say yes or no? നെറ്റിയിൽ ഒരു പൊട്ടുണ്ടെങ്കിൽ ഫ്രീ റാഡിക്കൽ ആണ്. ഫ്രീ റാഡിക്കൽ, ഫ്രീ റാഡിക്കൽ എന്ന് പറഞ്ഞാൽ നെറ്റിയിൽ പൊട്ടുണ്ടാവും. നെറ്റിയിൽ പൊട്ടുണ്ടെങ്കിൽ ഫ്രീ റാഡിക്കൽ. ഫ്രീ റാഡിക്കൽ നെറ്റിയിൽ പൊട്ടുണ്ടെങ്കിൽ ഫ്രീ റാഡിക്കൽസ്. നെറ്റിയിൽ പൊട്ടുണ്ടെങ്കിൽ ഫ്രീ റാഡിക്കൽസ്. നെറ്റിയിൽ പൊട്ടുണ്ടെങ്കിൽ ഫ്രീ റാഡിക്കൽസ്. നെറ്റിയിൽ പൊട്ടുണ്ടെങ്കിൽ, പൊട്ട് മീൻസ് ഇലക്ട്രോൺ ആണ് കേട്ടോ. അല്ലാതെ ഓർഗാനിക് സാധനങ്ങൾ നിങ്ങളെ പോലെ സ്റ്റിക്കർ പൊട്ടൊന്നും യൂസ് ചെയ്യില്ല. അത് പാവ ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോണിനെ ഞാൻ പൊട്ട് എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇലക്ട്രോണിനെ ഞാൻ പൊട്ട് എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ? ക്ലിയർ ഓർ നോട്ട്? യെസ്, ഇലക്ട്രോണിനെ സാറ് പൊട്ട് എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ക്ലിയർ? യെസ്, ഗുഡ് ഗുഡ്. ഓക്കെ, ഫ്രീ റാഡിക്കൽസ്. അപ്പൊ നമുക്ക് നോക്കാം. ഇതൊരു ഫ്രീ റാഡിക്കലാണെന്ന് നിങ്ങൾ സമ്മതിച്ചു. ഇതും ഒരു ഫ്രീ റാഡിക്കലാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ ഇല്ലയോ? ഇപ്പൊ ഞാൻ എഴുതിയ അടുത്തൊരു സ്പീഷീസ്, അതും ഒരു ഫ്രീ റാഡിക്കലാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ, ഞാൻ പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ ഇല്ലയോ? That is also a free radical. That is also a free radical. Okay? Yes. This is also a free radical. Say yes or no. Say yes or no. മുകളിൽ കാണിച്ച സാധനവും ഒരു ഫ്രീ റാഡിക്കലാണ്. ഇപ്പൊ ഞാൻ വരച്ച സാധനവും ഒരു ഫ്രീ റാഡിക്കലാണ്. യെസ് യെസ്. ഇങ്ങനെയാണ് ഗെറ്റിംഗ് ഫെമിലറൈസ്ഡ് ടു ഓർഗാനിക് കോൺസെപ്റ്റ്സ് മൈ ഡിയർ സ്റ്റുഡൻസ്. ഞാൻ എങ്ങനെ പഠിച്ചോ, ശ്രീജിത്ത് സാർ എന്ത് സ്ട്രാറ്റജി ഉപയോഗിച്ചോ, ദാറ്റ് ഐ ആം ഗോയിങ് ടു റിവീൽ മൈ ഡിയർ സ്റ്റുഡൻസ്. അതാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാൻ പോകുന്നത്. ഞാൻ അവസാനം എഴുതിയ സ്പീഷീസും ഫ്രീ റാഡിക്കൽ ആണോ അല്ലയോ? സാർ ലാസ്റ്റ് ആയിട്ട് എഴുതിയിരിക്കുന്ന സ്പീഷീസും ഫ്രീ റാഡിക്കൽ ആണോ അല്ലയോ? Please say yes or no. Yes, 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 of course. Good, good, good. Ini. ഫ്രീ റാഡിക്കലാണ് നിങ്ങൾ സമ്മതിച്ചു. ഹൈഡ്രജൻ കുറഞ്ഞ ആളിലാണ് ഈ ചാർജ് വന്നത്. ഇപ്പൊ ഞാൻ എഴുതിയിരിക്കുന്ന എല്ലാ സാധനങ്ങളെയും can I say it as carbocations? Carbocations. ഞാനിപ്പോ രണ്ടാമത്തെ ലെയറിൽ എഴുതിയിരിക്കുന്ന എല്ലാ സ്പീഷീസിനെയും can I tell them as carbocations? Can I tell them as carbocations? Can I tell them as carbocations? Carbocations. Aditya പറഞ്ഞു yes sir, since it carries positive charge. Very correct Aditya. ഇനി ഞാൻ മൂന്നാമത്തെ ലെയർ എഴുതിയ സാധനങ്ങളെ എന്ത് വിളിക്കും? ഞാൻ എഴുതിയ മൂന്നാമത്തെ ലെയറിലുള്ള സാധനങ്ങളെ വാട്ട് വി ക്യാൻ കോൾ? പ്ലീസ് ടെൽ മീ. പൂർവിക വിത്ത് ആൻസർ കാർബാനിയോൺ, ലയ മോൾ വിത്ത് കാർബാനിയോൺ, അഭിലാഷ് വിത്ത് കാർബാനിയോൺ, ആദിത്യശ്രീ വിത്ത് കാർബാനിയോൺ, അനന്യ, മഞ്ജു, ശ്വേത, ഷുഐബ്, everybody is with carbanion. Very good, very good. Now you got
Now you got the exact meaning of free radical. നിങ്ങൾ കണ്ടാൽ അറിയും. ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ ഒരു ഫ്രീ റാഡിക്കൽ വന്നാൽ നിങ്ങൾക്ക് അറിയാം. വാട്ട് ഈസ് എ ഫ്രീ റാഡിക്കൽ? ഇറ്റ് ഈസ് എ റിയാക്ഷൻ ഇന്റർമീഡിയറ്റ്. ആദിത്യ വി വെരി ഗുഡ്. ശ്രീലക്ഷ്മി വെരി ഗുഡ്. നമുക്ക് മുന്നിൽ ഒരു ഇന്റർമീഡിയറ്റ് എന്ന് വെച്ചാൽ പ്രൊഡക്റ്റ് ഉണ്ടാവുന്നതിന് മുന്നേ ഇടയിൽ കിട്ടുന്ന സാധനം. പ്രൊഡക്റ്റ് ഉണ്ടാവുന്നതിന് മുന്നേ ഇടയിൽ കിട്ടുന്ന സാധനം. ഓംലെറ്റ് വെന്ത് കഴിയുന്നതിന് മുന്നേ അതിന് തൊട്ട് മുന്നേ കിട്ടുന്ന സാധനമാണ് ബുൾസൈ. ആം ഐ റൈറ്റ് ഓർ നോട്ട്? നന്നായിട്ട് ദോശക്കല്ലിൽ വെന്ത് കഴിഞ്ഞാൽ ഓംലെറ്റ് ആവും. പകുതി വേവിൽ എടുക്കുമ്പോൾ അതിനെയാണ് നമ്മൾ പറയുക ബുൾസൈ. അല്ലേ ഷുഹൈബേ? ആണോ അല്ലയോ? ബുൾസ് ഐ. ബുൾസൈ എന്ന് വെച്ചാൽ കാള. ബുള്ള് എന്ന് വെച്ചാൽ കാള. കാളയുടെ കണ്ണുകൾ എന്നാണ് ബുൾസൈ. ക്ലിയർ ആയ? നമ്മൾ പറഞ്ഞ ബുൾസൈനൊക്കെ ആക്കി. അതിന് കാളയുടെ കണ്ണ് ഇങ്ങനെ മുഴച്ചു നിൽക്കുക. അതുപോലെയാണ് ആ ബുൾസൈയില് നടുഭാഗം മുഴച്ചു നിൽക്കുക. അതുകൊണ്ടാണ് ബുൾസ് ഐ എന്ന് പേര് അതിന്. യു ഗോട്ട് ഇറ്റ്? യെസ്. അപ്പൊ സാറ് പറഞ്ഞതുപോലെ ഈ റിയാക്ഷനില് ഫൈനൽ പ്രോഡക്റ്റ് ഉണ്ടാവുന്നതിന് മുന്നേ ഇടയിൽ മെക്കാനിസത്തിന്റെ ഭാഗത്തില് റിയാക്ഷൻ മെക്കാനിസം എന്ന് വെച്ചാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എക്സ്പ്ലനേഷൻ ഓഫ് എ റിയാക്ഷൻ. ഒരു റിയാക്ഷന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എക്സ്പ്ലനേഷൻ സമയത്ത് ഇടയിൽ ഉണ്ടാവുന്ന റിയാക്ഷൻ ഇന്റർമീഡിയറ്റിനെ നമ്മൾ വിളിക്കും. 3 ടൈപ്പ് റിയാക്ഷൻ ഇന്റർമീഡിയറ്റ് ഉണ്ട്. ഫ്രീ റാഡിക്കല്, കാർബോകാറ്റയോൺ, കാർബാനിയോൺ. ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ ഇഫ് യു ആർ കമ്മിങ് അക്രോസ് എ ഇന്റർമീഡിയറ്റ് യു ക്യാൻ റെക്കഗ്നൈസ് ഇറ്റ്. സേ യെസ് ഓർ നോ? If you are coming across a reaction intermediate, you can identify reaction intermediate. Say yes or no. ഇതിനാണ് 5 മണിക്ക് കഴിഞ്ഞിട്ട് ഓടിപ്പടഞ്ഞ് വരാൻ പറയണത്. വീട്ടിലിരുന്ന് ഉറങ്ങല വേണ്ടത്. ലിസൺ. ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. നമ്മൾ നോക്കുന്ന സാധനത്തില് ഒരു CH3 ആണ് ഉള്ളതെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ആസ് പ്രൈമറി. 1.0 അതിന്റെ അർത്ഥം പ്രൈമറി ഫ്രീ റാഡിക്കൽ. നമ്മൾ കാണുന്ന സാധനത്തില് ഒരു CH2. ഡോണ്ട് കൺസിഡർ CH2. We need to consider only CH3. If it is having one CH3, you need not consider CH2. You need to consider only CH3. നമുക്ക് CH2, CH, C ഒന്നും കാണണ്ട. CH3 ആണ് താരം. ഒരു CH3 ഉണ്ടെങ്കിൽ പ്രൈമറി. അപ്പൊ ഇവിടെ എത്ര CH3 ഉണ്ട്? ഒന്നേ ഉള്ളൂ. പ്രൈമറി. 1.0 പ്രൈമറി. ഇവിടെ എത്ര CH3 ഉണ്ട്? ആർക്ക് പറയാൻ പറ്റും? ഇവിടെ എത്ര CH3 ഉണ്ട്? 2 CH3 ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് സെക്കൻഡറി. ഇതൊക്കെ വീട്ടിൽ ഉറങ്ങിയാൽ കിട്ടുമോ? ലീവ് എടുത്തവര് മേലെ നോക്കട്ടെ. ഇതോ 3 ഉണ്ടെങ്കിൽ വെരി ഗുഡ്. 3 CH3 ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ആസ് ടെർഷ്യറി. പ്രൈമറി ഫ്രീ റാഡിക്കൽ, again primary free radical, secondary free radical, tertiary free radical. ഇവിടെ പ്രൈമറി കാറ്റയോൺ, കാർബോകാറ്റയോൺ. പ്രൈമറി കാർബോകാറ്റയോൺ, again 1 CH3. primary 2 CH3. secondary കാർബോകാറ്റയോൺ 3 CH3 ഉണ്ടെങ്കിൽ tertiary കാർബോകാറ്റയോൺ. ഒരു CH3 ആണെങ്കിൽ പ്രൈമറി, ഒരു CH3. CH2 you need not consider CH2. again primary carbanion. 2 CH3 ഉണ്ടെങ്കിൽ സെക്കൻഡറി. പോണില്ലല്ലോ. 2 CH3 ഉണ്ടെങ്കിൽ സെക്കൻഡറി. 3 CH3 ഉണ്ടെങ്കിൽ tertiary. 3 CH3 ഉണ്ടെങ്കിൽ tertiary കാർബാനയോൺ. എങ്ങനെ? പൊളിച്ചില്ലേ? വീട്ടിലിരുന്ന് ഉറങ്ങിയതാണെങ്കിൽ സാധനം കിട്ടിയിട്ടുണ്ടാവോ? ഒരിക്കലും ഇല്ല. കിട്ടിയിട്ടുണ്ടാവൂടാ? ഒരിക്കലും ഇല്ല അല്ലേ? സോ സംഭവം അടിപൊളിയായില്ലേ?
അടിപൊളിയായില്ലേ? അപ്പൊ നമുക്ക് ഇപ്പൊ പ്രൈമറി ഫ്രീ റാഡിക്കലിനെ കണ്ടാൽ അറിയാം, സെക്കൻഡറി കാർബോകാറ്റോണിനെ കണ്ടാൽ അറിയാം, ടേർഷ്യറി കാർബാനിയോണിനെ കണ്ടാൽ അറിയാം. സേ യെസ് ഓർ നോ? സേ യെസ് ഓർ നോ? നമ്മൾ CH2 കൺസിഡർ ചെയ്യുവോ? CH2 കൺസിഡർ ചെയ്യുവോ? ഇല്ല. വി ഓൺലി കൺസിഡർ വാട്ട്? വി ഓൺലി കൺസിഡർ വാട്ട്? CH3. We only consider what? CH3. We only consider what? CH3. We only consider what? CH3. We only consider CH3. ഒരു CH3 ഉണ്ടെങ്കിൽ പ്രൈമറി, 2 CH3 ഉണ്ടെങ്കിൽ സെക്കൻഡറി, 3 CH3 ഉണ്ടെങ്കിൽ ടേർഷ്യറി. ഞാൻ നാളത്തേക്ക് വേണ്ടി നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി തരികയാണ്. ദിസ് ഈസ് ആൻ അസൈൻമെന്റ് ഫോർ 5 AM ക്ലബ് മെമ്പേഴ്സ്. പ്ലീസ് നോട്ട് an activity for you people. Give the stability order. Give the stability order. Give the stability order for primary, secondary and tertiary free radicals. പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടേർഷ്യറി ഫ്രീ റാഡിക്കൽസ്. 1.0 പ്രൈമറി, 2.0 സെക്കൻഡറി, 3.0 ടേർഷ്യറി. അതേപോലെ 3ന്റെ ഓർഡർ വേണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഗീവ് ദ സ്റ്റെബിലിറ്റി ഓർഡർ ഓഫ് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടേർഷ്യറി കാർബോകാറ്റോൺസ്. ഗൂഗിൾ നോക്കി അങ്ങനെ എഴുതിയിട്ട് വരണ്ട, യു ജസ്റ്റ് അപ്ലൈ യുവർ മൈൻഡ്. മൂന്നാമത്തെ give the stability order of primary, secondary and tertiary carbanions. Give the stability order of primary, secondary and tertiary carbanions. Give the stability order of primary, secondary and tertiary carbanions. Give the stability order of primary, secondary and tertiary carbanions. Hope you got all the essential topics, my dear students, right? Am I right? അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇന്ന് 4 മിനിറ്റ് വൈകി നമ്മുടെ മക്കൾ കയറാൻ. നാളെ അത് ഉണ്ടാവരുത്. കൃത്യം 5 മണിക്ക് തുടങ്ങും, 5:45 വൈൻഡപ്പ് ചെയ്യും. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് രാവിലെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, താങ്ക് യു സോ മച്ച് മൈ ഡിയർ സ്റ്റുഡൻസ്. നാളെ രാവിലെ കൃത്യം 5 മണിക്ക് വീണ്ടും കാണാം ഇന്നത്തെ പോലെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഹാവ് എ നൈസ് ഡേ. ബൈ ബൈ. സീ യു. ബൈ.